ഹായ് ഓൾ, പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. പതിവ് പോലെ +2 സോഷ്യോളജിയിലെ ചാപ്റ്റർ 28 ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ആയിരിക്കുന്നത്. ഇനി വളരെ ഒരു 2-3 ചാപ്റ്റർ കൂടെ ആകുമ്പോൾ നമ്മുടെ ഈ ഒരു ജേർണി അവസാനിക്കും, പിന്നെ റിവിഷൻ ആയിരിക്കും. അപ്പോൾ ശ്രദ്ധിച്ച് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. നമ്മുടെ ഈ ഒരു ചാപ്റ്ററിന്റെ പേരെന്ന് പറയുന്നത് മേജർ റിലീജിയസ് കമ്മ്യൂണിറ്റീസ് ഇൻ ഇന്ത്യ. ഒത്തിരി കമ്മ്യൂണിറ്റീസ് നമ്മുടെ ഇന്ത്യയിലുണ്ട്. കമ്മ്യൂണിറ്റീസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരുപാട് റിലീജിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ മതപരമായ കമ്മ്യൂണിറ്റി, സമുദായങ്ങൾ അല്ലെങ്കിൽ ബന്ധങ്ങൾ നമുക്ക് ഉണ്ട്. അത് ഏതൊക്കെയാണ്? അങ്ങനെയാണ് നമ്മൾ ഈ പാഠഭാഗത്തിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതായത് നമുക്ക് എന്തൊക്കെ നമ്മുടെ മതങ്ങളുണ്ട്, പല തരത്തിലുള്ള മതങ്ങളുള്ള നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന പോലെ മതങ്ങളുടെ ഇഷ്ടംപോലെ മതങ്ങളും വൈവിധ്യങ്ങളും നമ്മുടെ എവിടെയുണ്ട്? നമ്മുടെ ഇന്ത്യയിലുണ്ട്. ഒരു മതത്തെ മാത്രം പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഒരു കാരണവശാലും ഒരു മതത്തെ മാത്രം പ്രൊമോട്ട് ചെയ്യുന്ന നാടല്ല നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. എല്ലാ മതങ്ങളെയും അംഗീകരിക്കുകയും എല്ലാ മതങ്ങളെയും എന്ത് ചെയ്യുന്നു? വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു കൺട്രിയാണ് നമ്മുടെ ഇന്ത്യ. അപ്പൊ ആ ഇന്ത്യയിൽ ഉണ്ടായിരിക്കേണ്ട മതങ്ങള്, അതുപോലെ അതിന്റെ ഫീച്ചേഴ്സ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് ഈ പാഠഭാഗത്തിൽ പഠിക്കാനായിട്ടുള്ളത്. നമുക്ക് ഇതിൽ പഠിക്കാനായിട്ടുള്ള റിലീജിയസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹിന്ദു മതമുണ്ട്, ഇസ്ലാം മതമുണ്ട്, അതുപോലെ തന്നെ ക്രിസ്ത്യാനിയുണ്ട് അല്ലെങ്കിൽ ക്രിസ്തു മതമുണ്ട്, ബുദ്ധമതമുണ്ട്, പിന്നെ ബുദ്ധമതത്തിന്റെ ഡിക്ലൈൻ എങ്ങനെ സംഭവിച്ചു, സിഖ് മതമുണ്ട്, പാഴ്സി മതം, ജൈനമതം. ഇങ്ങനെ 7 മതങ്ങളെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ പാഠഭാഗത്തിൽ പഠിക്കാനായിട്ട് ഉണ്ട്. ഫസ്റ്റ് വൺ ഏതാണ്? ഹിന്ദുമതം. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ, ഹിന്ദുമതം എന്ന് പറയുമ്പോൾ എന്നെ കേൾക്കുന്ന ഒരുപാട് പേര് ഈ മതങ്ങളിൽ വിശ്വസിക്കുന്നവരായിരിക്കാം. അപ്പോ പ്രാചീന മതം എന്ന് പറയുന്നതാണ് അല്ലെ, നമ്മുടെ ഒരു ഓൾഡസ്റ്റ് റിലീജിയൻ ആണ് ഹിന്ദുമതം എന്ന് പറയുന്നത്. ഹിന്ദുസം എന്ന് പറയുന്നത് ഒരു ഓൾഡസ്റ്റ് ആയിട്ടുള്ള റിലീജിയൻ ആണ് ഹിന്ദുസം എന്ന് പറയുന്നത്. അപ്പോൾ ഓൾഡസ്റ്റ് റിലീജിയസ് ആണ് ഹിന്ദുസം എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ഇന്ത്യയെ എക്സ്പ്ലോയിറ്റ് ചെയ്ത് അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ഇന്ത്യയെ ആക്രമിച്ച അറബ്സ് ആണ് ഹിന്ദു എന്ന് പറയുന്ന വാക്ക് നൽകിയിട്ടുള്ളത്. മനസ്സിലായോ? ഇന്ത്യയെ ആക്രമിച്ച അറബികളാണ് ഹിന്ദു എന്ന് പറയുന്ന വാക്ക് നമുക്ക് എന്ത് ചെയ്തിട്ടുള്ള രൂപകൽപ്പന നൽകിയിട്ടുള്ളത്. അപ്പൊ ഹിന്ദു എന്ന് പറയുന്ന വാക്ക് വേണ്ടി ചോദിക്കാം. ഹിന്ദു എന്ന് പറയുന്ന വാക്ക് കൊണ്ടുവന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? അറബ്സ് ആണ്. മനസ്സിലായോ? ഇനി വേദങ്ങളില് ഏറ്റവും പ്രാചീന ഗ്രന്ഥമാണെന്ന് പറയുന്നത് ഋഗ്വേദമാണ്. അപ്പൊ ഋഗ്വേദം അറിയാലോ, ഋഗ്വേദത്തിൽ നിന്നൊക്കെയാണ് എന്ത് വരുന്നത്? ഹിന്ദുസം വരുന്നത്. അപ്പോ വേദാസ് എടുക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രാചീന, ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള വേദ ഏതൊക്കെയാണ്? ഋഗ്വേദാണ്. വേദങ്ങൾ ഏതൊക്കെയാണ്? ഋഗ്വേദ, യജുർവേദ, അഥർവേദ, സമവേദ. ഇതില് ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള, ഏറ്റവും പ്രാചീനപരമായിട്ടുള്ള റിലീജിയൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഋഗ്വേദാണ്. മനസ്സിലായല്ലോ? ഇനി ധർമ്മ, അർത്ഥ, കാമ, മോക്ഷ, ഇവയാണ് 4 പില്ലേഴ്സ്. അപ്പൊ 4 പില്ലേഴ്സ് ഓഫ് ധർമ്മ, അർത്ഥ, കാമ, മോക്ഷ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്, പഠിച്ചു വെക്കാം. ഇനി ട്രസ്റ്റ് ഇൻ റീബർത്തിൽ വിശ്വസിച്ചിരുന്നു, അല്ലെങ്കിൽ പുനർജന്മത്തിൽ അവർ വിശ്വസിച്ചിരുന്നു. ആരാണ്? ഹിന്ദു മതക്കാർ. പോയിന്റ് ആണ് പഠിപ്പിക്കുന്നത്. ഹിന്ദു മതക്കാര് എന്തിലാണ്? റീബർത്ത് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ വീണ്ടും ജനിക്കും എന്നുള്ള ഒരു പുനർജന്മത്തില് വിശ്വസിച്ചിരുന്നു. ഇനി ഹിന്ദുമതം എന്ന് പറയുന്നത് ഒരു വിശ്വാസത്തില് ഏതൊരു വ്യക്തിയുടെയും എന്താണ്? കർമ്മ ഈസ് വെരി ഇമ്പോർട്ടന്റ് ആയിട്ട് അവർ കണക്കാക്കിയിരുന്നു. അപ്പോൾ കർമ്മയില് വിശ്വസിച്ചിരുന്നു. അവർ കർമ്മത്തിലൂടെ നമുക്ക് എന്തിലോട്ട് പോകാൻ കഴിയും? മോക്ഷം പ്രാപിക്കാനായിട്ട് കഴിയുമെന്ന് വിശ്വസിച്ചു. കർമ്മത്തിൽ നിന്ന് മോക്ഷം കിട്ടും എന്ന് വിശ്വസിച്ചിരുന്നവരാണ് ഹിന്ദുസം. അപ്പൊ ഹിന്ദുസം സിമ്പിൾ ആയിട്ട് പറയാം എന്താണ്? ഹിന്ദുമതം എന്ന് പറയുമ്പോൾ എന്താണ്? വിഗ്രഹങ്ങളെ എന്ത് ചെയ്യും? ആരാധിക്കുന്നവരാണ്. പൂജാ കാര്യങ്ങള് നമുക്കറിയാം. നമ്മൾ തന്നെ ഫോക്കസ് ചെയ്യുന്ന മതത്തെ നിങ്ങൾ എന്ത് ചെയ്യുക? എഴുതുക. പൂജാ കാര്യങ്ങളുണ്ട്, വിഗ്രഹങ്ങളെ ആരാധിക്കുന്നുണ്ട്, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ ഹിന്ദുമതമായിട്ട് ഫോക്കസ് ചെയ്യുന്നതാണ്. അപ്പം എന്താ പറയുക? പ്രാചീന മതമാണ്, അല്ല ഓൾഡസ്റ്റ് ഫോം ആണ്. ഇന്ത്യ ആക്രമിച്ച അറബ്സ് ആണ് ഹിന്ദുസ് എന്ന് പറയുന്ന വാക്കിന് രൂപകൽപ്പന നൽകിയിട്ടുള്ളത്. നമ്മുടെ വേദങ്ങളിൽ അല്ലെ, വേദാസിലെ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഫോം ആണ് ഏതെന്ന് പറയുന്നത്? ഋഗ്വേദ എന്ന് പറയുന്നത്. ധർമ്മ, അർത്ഥ, കാമ, മോക്ഷ, 4 പില്ലേഴ്സ്. ട്രസ്റ്റ് ഇൻ റീബർത്തിൽ വിശ്വസിച്ചിരുന്നു, അല്ലെ പുനർജന്മത്തില് വിശ്വസിച്ചിരുന്നു. പിന്നെ എന്താണ്? കർമ്മ അനുസരിച്ച് നമുക്ക് എന്ത് കിട്ടുന്നു? മോക്ഷം കിട്ടുന്നു എന്ന് പറഞ്ഞത് നമ്മുടെ ഈ ഹിന്ദു മതമാണ്. ഓക്കെ. ഇനി ഇസ്ലാം മതം നമുക്ക് എടുക്കാം. ഇസ്ലാം എന്ന് പറയുന്നത് അർത്ഥം എന്ന് പറയുന്നത് എന്താണ്? മീനിങ് എന്ന് പറയാം അള്ളാഹുവിന്റെ ഇച്ഛയ്ക്ക് അനുസരിച്ച് ജീവിക്കുക എന്നാണ് ഇസ്ലാം മതത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത്. ആരുടെയാണ്? നമുക്കറിയാം, അള്ളാഹുവിനെയാണ്. നമ്മള് ഹിന്ദുമതം എടുത്തു കഴിഞ്ഞാൽ ഒരു ദൈവനായിട്ട് നമുക്ക് പറയാൻ കഴിയുമോ? ഇല്ല അല്ലേ? ഒരുപാട് ദൈവന്മാരുണ്ട്. നമുക്ക് വിഷ്ണു ആയാലും ശിവനായാലും സരസ്വതി ആയാലും
അല്ലെ? നമ്മള് ഒരു ബ്രഹ്മാവായാലും ഒരുപാട് ദേവന്മാരെ എന്ത് ചെയ്യുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്. അതാണ് ഒരു ദേവനെ നമ്മൾ ഫോക്കസ് ചെയ്ത് പറയുന്നത്. പക്ഷെ ഇസ്ലാം മതത്തില് നമ്മൾ ആചരിക്കുന്നത് അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നത് നമ്മൾ ആരെയാണ്? അല്ലാഹുവാണ്. അല്ലെ? അല്ലാഹുവിന്റെ ഇച്ഛയ്ക്ക് വിധേയമായി ജീവിക്കുക എന്നതാണ് ഇസ്ലാം മതത്തിന്റെ മീനിങ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അർത്ഥം എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഇസ്ലാം മതത്തിന്റെ എന്താണ് അവരുടെ ആശയങ്ങൾ എഴുതിയിട്ടുള്ളത് എവിടെയാണ്? ഖുറാനിലാണ്. ഹിന്ദു മതത്തിലാണെങ്കിൽ നമുക്കറിയാം രാമായണം, ഭഗവത്ഗീത, അങ്ങനെയൊക്കെ പോകും. ഇസ്ലാം മതത്തിൽ എന്താണ് അവരുടെ ബൈബിള് എന്നൊക്കെ പറയുന്നത് എന്ത് തന്നെയാണ്? ഖുറാനാണ്. അല്ലാഹുവിന്റെ മൊഴികൾ എന്നാണ് ഖുറാനെ പറയപ്പെടുന്നത്. അല്ലാഹുവിന്റെ മൊഴികൾ എന്നാണ്. 70th സെഞ്ചുറി അല്ലെങ്കിൽ 70 സെഞ്ചുറി, അല്ലെങ്കിൽ 7ാം നൂറ്റാണ്ടിലാണ് അറേബ്യയിലാണ് എന്തുണ്ടായത്? ഇസ്ലാം മതം ഉണ്ടായത്. ഇപ്പൊ ഇസ്ലാം മതം എവിടെയാണ് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 7ാം നൂറ്റാണ്ടിൽ എവിടെയാണ്? അറബിയിലാണ്, അല്ലെ? അറേബ്യയിലാണ് എന്ത് വന്നത്? ഇസ്ലാം മതം ഉണ്ടായത്. മനസ്സിലായോ? AD 622 ഇസ്ലാം മതം സ്ഥാപിതമായത്. എന്നാണ് സ്ഥാപിതമായത്? 622 AD 622 ഇസ്ലാം മതം സ്ഥാപിതമായത്. ഏറ്റവും വലിയ, ശ്രദ്ധിച്ചിരിക്കുക, ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ഒരു മൈനോറിറ്റീസ് കമ്മ്യൂണിറ്റിയാണ് നമ്മുടെ ഇസ്ലാം മതം എന്ന് പറയുന്നത്. ഏറ്റവും വലിയ ന്യൂനപക്ഷ സമുദായമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ന്യൂനപക്ഷ സമുദായമാണ് ഏതെന്ന് പറയുന്നത്? ഇസ്ലാം മതം എന്ന് പറയുന്നത്. അപ്പൊ ഒന്നുകൂടെ ഇസ്ലാം മതത്തിന്റെ അർത്ഥം എന്താണ്? അല്ലാഹുവിന്റെ ഇച്ഛയ്ക്ക് അനുസരിച്ച് ജീവിക്കുക. മതഗ്രന്ഥം എന്ന് പറയുന്നത് ഖുറാനാണ്, അല്ലാഹുവിന്റെ മൊഴികൾ എന്നാണ്. 7ാം നൂറ്റാണ്ടില് അറേബ്യയിലാണ് ഇസ്ലാം മതം ഉണ്ടായത്. 622 സ്ഥാപിതമായത്. ഏറ്റവും വലിയ എന്താണ് പറയുന്നത്? ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള മൈനോറിറ്റി കമ്മ്യൂണിറ്റിയാണ് ഏത്? ഇസ്ലാം മതം എന്ന് പറയുന്നത്. ഇനി ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഇസ്ലാമിനെ കാറ്റഗറൈസ് ടു 2 ടൈപ്സ്, സുന്നീസ് ആൻഡ് ഷിയാസ്. ഓക്കെ, സുന്നികളെന്നും ഷിയ എന്നും എന്ത് ചെയ്തിട്ടുണ്ട്? ഇന്ത്യയിലെ മുസ്ലിം ജനതയെ വിഭാഗിച്ചിട്ടുണ്ട്. നമ്മള് ജൈനമതം പഠിക്കുമ്പോൾ ദിഗംബരാസും ശൈതംബരാസും എന്ന് പഠിച്ചതുപോലെ രണ്ടായിട്ട് തിരിച്ചില്ലേ? അതുപോലെ ഇവിടെ എന്താ പറയുന്നത്? ഇന്ത്യയിലെ മുസ്ലിം വിഭാഗത്തെ എത്ര തിരിക്കുന്നുണ്ട്? സുന്നികളെന്നും ഷിയകളെന്നും തിരിക്കുന്നുണ്ട്. ഇനി 5 പില്ലേഴ്സ് ഓഫ് ഇസ്ലാം. ഇസ്ലാമിന്റെ 5 പില്ലേഴ്സ് ഏതൊക്കെയാണ്? 5 പില്ലേഴ്സ് എന്നറിയപ്പെടുന്നത് മുഹമ്മദ് നബിയാണ് പ്രവാചകൻ, അല്ലെ? അവരുടെ പ്രവാചകൻ എന്നാണ് അറിയപ്പെടുന്നത് ആരാണ്? മുഹമ്മദ് നബിയാണ്. 5 പ്രാവശ്യം നിസ്കരിക്കണം. എത്ര പ്രാവശ്യം നിസ്കരിക്കണം? 5 ടൈംസ് എന്ത് ചെയ്യണം? നിസ്കരിക്കണം എന്നാണ് പറയുന്നത്. നമ്മള് പുവർ ആയിട്ടുള്ള പീപ്പിൾസിന് എന്ത് കൊടുക്കുക? മണീസ് എന്ത് ചെയ്യുക, അല്ലെങ്കിൽ പൈസകൾ കൊടുക്കുക, അത് ദാനം നൽകുക. ദാനം എന്ത് ചെയ്യുക? കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ട്. ദാനം നൽകുക. പിന്നെ റംസാൻ മാസത്തിൽ എന്ത് കൊടുക്കുക? നമുക്കറിയാം, അവര് നോമ്പെടുക്കുന്ന അല്ലെങ്കിൽ വ്രതം എടുക്കുന്നത് പോലെ നിരാഹാരം എന്ത് ചെയ്യുക? അനുഷ്ഠിക്കണം എന്ന് പറയുന്നു. റംസാൻ മാസങ്ങളിൽ എന്ത് ചെയ്യണം? അവർക്ക് നോമ്പാണ്, അല്ലെ? നോമ്പ് പിടിക്കുക എന്ന് പറയും. അത് ഒരു 5 പില്ലേഴ്സ് ആണ്. 5 പില്ലേഴ്സിൽ ഒന്നാണ്. ഇനി പിന്നെ എവിടെ പോകണം? മക്കയിലോട്ട് പോകണം, അല്ലെ? ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും എവിടെ പോകണം? മക്കയിലോട്ട് പോകണം. എന്താണ്? ആത്മസാക്ഷാത്കാരത്തിനും വിശുദ്ധീകരണത്തിനും, അല്ലെ? ജീവിത വിശുദ്ധീകരണത്തിനും ഒക്കെ എവിടെ പോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്, പറയുന്നുണ്ട്? മക്കയിലോട്ട് പോകണം. ഇതാണ് 5 പില്ലേഴ്സ് ഓഫ് ഇസ്ലാം എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ എന്താണ് ഇസ്ലാം എന്ന് പറയുന്നത്? AD 622 ഇസ്ലാം മതം സ്ഥാപിതമായത്. ഖുറാനാണ് എന്തെന്ന് പറയുന്നത്? അല്ലാഹുവിന്റെ മൊഴികളായ ഖുറാനാണ് ഇസ്ലാം മതത്തിന്റെ മതഗ്രന്ഥം എന്ന് പറയുന്നത്. 7ാം നൂറ്റാണ്ടിലാണ് അറേബ്യയിലാണ് ഇസ്ലാം മതം ഉണ്ടായത്. അല്ലാഹുവിന്റെ ഇച്ഛയ്ക്ക് വിധേയമായിട്ട് ജീവിക്കുക. ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള മൈനോറിറ്റി ഗ്രൂപ്പ്സ് ഇൻ കമ്മ്യൂണിറ്റി ആണ് എന്ന് പറയുന്നത് ഇസ്ലാം മതം. ഇന്ത്യയിലെ മുസ്ലിം കമ്മ്യൂണിറ്റി ക്ലാസിഫൈഡ് ഇൻടു 2 ടൈപ്സ്. ഏതൊക്കെയാണ്? സുന്നീസും ഷിയാസും. ഓക്കെ, 5 പില്ലേഴ്സ് ചോദിക്കുവാണെങ്കിൽ പ്രവാചകൻ ആരാണ്? മുഹമ്മദ് നബിയാണ്. 5 ടൈംസ് നിസ്കരിക്കണം, അല്ലെ? 5 പ്രാവശ്യം നിസ്കരിക്കണം. ദാനം നൽകണം. പിന്നെ എന്താണ്? റംസാൻ മാസത്തിൽ എന്തെടുക്കുക? നോമ്പെടുക്കുക, അല്ലെ? ഫാസ്റ്റിംഗ് ചെയ്യുക. പിന്നെ എവിടെ പോകുക? ഒരു പ്രാവശ്യമെങ്കിൽ എവിടേക്ക് പോകുക? മക്കയിലോട്ട് പോകുക. ഇതെല്ലാം എന്താണ്? 5 പില്ലേഴ്സ് ഓഫ് ഇസ്ലാം ആണ്. സിമ്പിൾ അല്ലേ? സിമ്പിൾ ആയിട്ട് പഠിച്ചു വെക്കുക. ഇനി നമുക്ക് ക്രിസ്ത്യാനിറ്റിയിലോട്ട് പോകാം. ക്രിസ്ത്യാനിറ്റി എന്ന് പറയുമ്പോൾ അവിടുത്തെ നമ്മൾ ആരെയാണ് നമ്മൾ ആരാധിക്കുന്നത്? യേശു ക്രിസ്തുവാണ്, അല്ലെ? യേശു ക്രിസ്തുവിനെയാണ് എന്ത് ചെയ്യുന്നത്? സ്വീകരിച്ചിട്ടുള്ളത്. നമ്മുടെ അടിസ്ഥാന ഗ്രന്ഥം എന്ന് പറയുന്നത്, മതഗ്രന്ഥം എന്ന് പറയുന്നത് ബൈബിളാണ്, അല്ലെ? ബൈബിളിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. നമ്മളെ ഇന്ത്യയില് ക്രിസ്തുമതം പ്രചരിപ്പിച്ചത് സെന്റ് തോമസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്.
മനസ്സിലായോ? സെന്റ് തോമസ് ആണ് ഇന്ത്യയിൽ യേശുവിന്റെ എന്താണ് ശിഷ്യനായ സെന്റ് തോമസ് ആണ് ഇന്ത്യയിൽ എന്ത് ചെയ്തത്? നമ്മുടെ ക്രിസ്തു മതം പ്രചരിപ്പിച്ചത്. ഇനി ഇതിലും 2 ടൈപ്സ് ഉണ്ട്. ക്രിസ്ത്യാനിറ്റി ക്ലാസിഫൈഡ് ഇൻടു 2 ടൈപ്സ്, പ്രൊട്ടസ്റ്റന്റും കത്തോലിക്കാസും. മനസ്സിലായോ? പ്രൊട്ടസ്റ്റന്റുകാരെന്നും കത്തോലിക്കക്കാരെന്നും രണ്ടായിട്ട് ഈ നമ്മുടെ ക്രിസ്ത്യാനിറ്റിയെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതില് കത്തോലിക്കാസ് ആണ് ഏറ്റവും വലിയ മതവിഭാഗമായിട്ട് കണക്കാക്കുന്നത്. പ്രൊട്ടസ്റ്റന്റിനെക്കാളും ഏറ്റവും വലുത് കത്തോലിക്കക്കാരായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പരിഗണിക്കുന്നത്. മനസ്സിലായതാണ് ക്രിസ്തു മതം എന്ന് പറയുന്നത്. നമുക്കറിയാം ക്രിസ്തു മതത്തിന്റെ പ്രാധാന്യം എന്തിനൊക്കെയാണ് പ്രാധാന്യം കൊടുക്കുന്നത് ക്രിസ്തു മതം? അല്ലെ? എന്തിനൊക്കെയാണ്? സ്നേഹം, സമാധാനം, സാഹോദര്യം, ഇതിനൊക്കെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അല്ലെ? ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കട്ടെ, അങ്ങനെ കുറെ കൽപ്പനകളെല്ലാം എന്ത് മതത്തിലുണ്ട്? ബൈബിൾ മതഗ്രന്ഥങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? പഠിപ്പിക്കുന്നുണ്ട് അല്ലെ? യേശു ക്രിസ്തുവിനെയാണ് ആഘോഷിക്കുന്നത്. ചർച്ചുകളിലൊക്കെ നമ്മൾ പ്രത്യേക പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ നമ്മൾ അറ്റൻഡ് ചെയ്യാറുണ്ട്. മനസ്സിലായി? ഇതാണ് ക്രിസ്തു മതം എന്ന് പറഞ്ഞത്. ഇപ്പൊ ക്രിസ്തു മതം എന്ന് പറയുന്നത് എന്താണ്? യേശുവിനെ സ്വീകരിച്ച മതമാണ്, അല്ലെങ്കിൽ യേശു ക്രിസ്തു ആണ് സ്വീകരിക്കുന്ന മതത്തെയാണ് എന്ത് വിളിക്കുന്നത്? ക്രിസ്തു മതം എന്ന് പറയുന്നത്. ഇന്ത്യയില് യേശുവിന് ശിഷ്യനായ സെന്റ് തോമസ് ആണ് ഇന്ത്യയിൽ എന്ത് കൊണ്ടുവന്നത്? ക്രിസ്തുമതം കൊണ്ടുവന്നത്. 2 ടൈപ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? പ്രൊട്ടസ്റ്റന്റും കത്തോലിക്കാസും. കത്തോലിക്കക്കാരാണ് ലോകത്തിലെ ഏറ്റവും വലിയ മതവിഭാഗമായിട്ട് കണക്കാക്കുന്നത്. മനസ്സിലായോ? ബൈബിൾ ആണ് അവരുടെ ഗ്രന്ഥം എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഇനി ബുദ്ധമതം. എന്താണ് ബുദ്ധമതം? നമുക്കറിയാം ബുദ്ധമതം ഗൗതമ ബുദ്ധനാണ് അല്ലെ? അല്ലെങ്കിൽ സിദ്ധാർത്ഥൻ. ഗൗതമ ബുദ്ധൻ എന്ന് പറയുന്ന വ്യക്തി അല്ലെങ്കിൽ സിദ്ധാർത്ഥൻ എന്ന് പറയുന്നത് രണ്ടുപേരും ഒന്ന് തന്നെയാണ്. രണ്ടുപേര് രണ്ടായിട്ട് പഠിച്ചൊന്നും വെക്കരുത്. രണ്ടും എന്താണ്? ഒരാളാണ്. അപ്പൊ ഗൗതമ ബുദ്ധൻ അല്ലെങ്കിൽ നമ്മുടെ സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന നമ്മുടെ എന്താണ് ബുദ്ധനാണ് എന്ത് കൊണ്ടുവന്നത്? ബുദ്ധമതം കൊണ്ടുവന്നത്. 60 അല്ലെ 6-ാം നൂറ്റാണ്ടിലാണ് എന്ത് കൊണ്ടുവന്നത്? നമ്മുടെ ബുദ്ധമതം എവിടേക്ക് വന്നത്? നമ്മുടെ ഇന്ത്യയിലോട്ട് വന്നത്. ഒരു സോഷ്യൽ, പൊളിറ്റിക്കൽ, എക്കണോമിക് പ്രാധാന്യമുള്ള ഒരു മതമാണ് ബുദ്ധമതം എന്ന് പറയുന്നത്. ഗൗതമ ബുദ്ധനാണ് സിദ്ധാർത്ഥൻ. 563 നേപ്പാളിലെ ലുംബിനിയിലാണ് എന്ത് ചെയ്യുന്നത്? ഒരു ശാക്യ കുടുംബത്തിലാണ് ആര് ജനിച്ചത്? ബുദ്ധൻ ജനിച്ചത്. ഇതൊക്കെ ഞാൻ ഓൾറെഡി ബുദ്ധമതം പഠിപ്പിച്ചപ്പം അവിടെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കപിലവസ്തു അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. നോക്കാം, നേപ്പാളിലെ ലുംബിനിയിലെ ഒരു ശാക്യ കുടുംബത്തിലാണ് 563 ആര് ജനിച്ചത്? BC 563 ആര് ജനിച്ചത്? നമ്മുടെ ബുദ്ധമതം കൊണ്ടുവന്ന ബുദ്ധൻ ജനിച്ചത്. ബുദ്ധമതത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് എന്താണ്? 3 രത്നങ്ങളാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ശരിയായ ജ്ഞാനം, ശരിയായ പ്രവൃത്തി, ശരിയായ എന്താണ് ജ്ഞാനം, ശരിയായ പ്രവൃത്തി, ശരിയായ കണ്ടെത്തലുകൾ, പഠിപ്പിക്കലുകൾ എന്നൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ബുദ്ധ, ധർമ്മ, സംഘ എന്നിവയാണ് അവ. മനസ്സിലായോ? ബുദ്ധമതത്തിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞ 3 രത്നങ്ങളാണ് ബുദ്ധ, ധർമ്മ, സംഘ. ഇനി ധർമ്മം എന്നത് പ്രമാണങ്ങളും സംഘം എന്നത് സന്യാസിമാരുടെ സമൂഹവുമാണ്. മനസ്സിലാവുന്നുണ്ടോ? ധർമ്മം എന്നത് പ്രമാണങ്ങളും സംഘം എന്നത് സന്യാസിമാരുടെ സമൂഹവുമാണ്. അപ്പൊ ശ്രദ്ധിച്ചിരിക്കുക, ബുദ്ധമതം എന്ന് പറയുന്നത് എന്താണ്? 6-ാം നൂറ്റാണ്ടിലെ സാമൂഹ്യ, രാഷ്ട്രീയ, സാമ്പത്തിക മേഖലകളിൽ നിന്നാണ് എന്ത് വന്നത്? ബുദ്ധമതം വന്നത്. സ്ഥാപകൻ എന്ന് പറയുന്നത് ആരാണ്? ഗൗതം ബുദ്ധൻ അല്ലെങ്കിൽ സിദ്ധാർത്ഥനാണ്. 563 നേപ്പാളിലെ ലുംബിനിയിലെ ഒരു ശാക്യ കുടുംബത്തിലാണ് ആര് ജനിച്ചത്? ബുദ്ധൻ ജനിച്ചത് അല്ലെ? ബുദ്ധമതത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്ന 3 രത്നങ്ങളാണ് ബുദ്ധ, ധർമ്മ, സംഘ എന്നിവയാണ് അവ. ധർമ്മം എന്നത് പ്രമാണങ്ങളും സംഘം എന്നത് എന്താണ്? സന്യാസിമാരുടെ സമൂഹത്തെയാണ് എന്ത് ചെയ്യുന്നത്? പറയുന്നത്. മനസ്സിലായല്ലോ? ഇനി കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ ഈ ബുദ്ധമതം എന്ത് ചെയ്തു? ഡിക്ലൈൻ ആയി, നശിച്ചുപോയി. അത് എന്തുകൊണ്ടായിരിക്കാം? അതാണ് നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് പറയുന്നത്. എന്താണ്? ബ്രാഹ്മണ മതത്തിന്റെ കടന്നുകയറ്റം അല്ലെ? ബ്രാഹ്മണ മതത്തിന്റെ കടന്നുകയറ്റം, അന്ധവിശ്വാസങ്ങളും ഒക്കെ എന്ത് ചെയ്തു? ആചാരാനുഷ്ഠാനങ്ങളൊക്കെ എന്ത് ചെയ്തു? ഇങ്ങോട്ടേക്ക് കടന്നു കയറിയ സമയത്ത് ബുദ്ധമതം എന്ത് ചെയ്തു? ആൾക്കാർ വിട്ടിട്ട് എവിടേക്ക് പോയി? മറ്റു മതങ്ങൾ സ്വീകരിക്കാനായിട്ട് പോവുകയാണ്. ഇതാണ് ഒന്നാമത്തെ ഘടകം ബുദ്ധമതം നശിക്കാനുള്ള കാരണം. ഇനി ബുദ്ധമതം എത്രയായിട്ട് തിരിക്കുന്നുണ്ട്? മഹായാനം എന്നും ഹീനയാനം എന്നും രണ്ടിങ്ങനെ തിരിക്കുന്നുണ്ട്. മനസ്സിലായോ? ബുദ്ധമതം മഹായാനമായിട്ടും ഹീനയാനമായിട്ടും തരം തിരിക്കുന്നുണ്ട്. ഇനി വേറെ ഒന്ന്, ബുദ്ധമതം തകരാനുള്ള കാരണം ബുദ്ധന്റെ മരണം. ബുദ്ധൻ മരിച്ചതിന് ശേഷം ഈ ഒരു ബുദ്ധമതം ഏറ്റെടുത്ത് നടത്താൻ ആരും തന്നെ എന്ത് ചെയ്തില്ല? മുന്നോട്ട് വന്നില്ല. ശരിയായ ഒരു ലീഡർ ഇല്ലെങ്കിൽ എന്താണ്? അനുയായികളും പല രീതിയിലോട്ട് പോകും. അതുപോലെ എന്ത് സംഭവിച്ചു? ഒരു ശരിയായ ഒരു ലീഡർ ഇല്ലാത്തതുപോലെ നമ്മുടെ ബുദ്ധമതം എന്ത് ചെയ്തു? ഡിക്ലൈൻ ആകാനായിട്ട് തുടങ്ങി. ഇനി തുടക്കത്തിലുള്ള പ്രോത്സാഹനം എന്ത് ലഭിച്ചില്ല? ഈ ബുദ്ധമതത്തിന് പിൽക്കാലത്ത് ലഭിച്ചില്ല. ക്ലിയർ അല്ലേ? ഒന്നുകൂടെ, റീസൺ ഫോർ ദ ഡിക്ലൈൻ ഓഫ് ബുദ്ധിസം, ബ്രാഹ്മണ മതത്തിന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ബുദ്ധമതത്തിലേക്ക് കടന്നു കയറി. പിന്നെ ബുദ്ധമതം മഹായാനമെന്നും ഹീനയാനമെന്നും രണ്ടിങ്ങനെ തിരിച്ചു. പിന്നെ ബുദ്ധന്റെ മരണം അല്ലെ? ബുദ്ധന്റെ മരണം എന്ത് സംഭവിച്ചു? പിന്നെ ബുദ്ധമതം കൊണ്ടുപോകാൻ വേറൊരു ആൾക്കാര് ഇല്ലാതെയായി. തുടക്കത്തിലുള്ള പ്രോത്സാഹനം എന്തിന് കിട്ടിയില്ല? ബുദ്ധമതത്തിന് കിട്ടിയില്ല. ഇനി സിഖ് മതം. എന്താണ് സിഖ് മതം എന്നാണ്?
സിഖ് മതത്തിന്റെ ഉപജ്ഞാതാവ് അല്ലെങ്കിൽ എന്താണ് അതിന്റെ വ്യക്തി എന്ന് പറയുന്നത് ഗുരുനാനാക്കാണ്. ആരാണ്? ഗുരുനാനാക്കാണ് അല്ലെ. മറ്റു മതങ്ങളുടെ ആശയങ്ങൾ സമന്വയിപ്പിക്കുന്ന ഒരു മതമായിരുന്നു സിഖ് മതം എന്നാണ്. അപ്പൊ ബാക്കി എല്ലാ മതങ്ങളെയും ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു മതമായിരുന്നു ഈ എന്താണ് സിഖ് മതം എന്ന് പറയുന്നത്. അതൊരു എന്താണ് ഒരു സാഹോദര്യത്തിന് അല്ലെങ്കിൽ എന്താണ് ബ്രദർഹുഡിന് പ്രാധാന്യം കൊടുത്തു. എന്തിന് പ്രാധാന്യം കൊടുത്തു? ബ്രദർഹുഡിന് പ്രാധാന്യം കൊടുത്തു, സാഹോദര്യ ബന്ധത്തിന് പ്രാധാന്യം കൊടുത്തു. ഇനി ഗുരുഗ്രന്ഥ സാഹിബാണ് സിഖ് മതത്തിന്റെ പരിശുദ്ധ ഗ്രന്ഥം എന്ന് പറയുന്നത്. അപ്പൊ സിഖ് മതത്തിനും എന്തുണ്ട്? ഒരു ബൈബിൾ പോലെ ഒരു ഘടകമുണ്ട്, അല്ലെങ്കിൽ രാമായണം പോലെ ഒരു ഘടകമുണ്ട്, അല്ലെങ്കിൽ ഖുറാൻ പോലെ ഉണ്ട്. എങ്ങനെയാണ്? ഗുരു ഗ്രന്ഥ സാഹിബാണ് സിഖ് മതത്തിന്റെ പരിശുദ്ധ ഗ്രന്ഥം എന്ന് പറയുന്നത്. ഈ സിഖ് മതം ഫസ്റ്റ് വന്നത് എവിടെയാണ്? പഞ്ചാബിലാണ്. എവിടെയാണ് വന്നത്? പഞ്ചാബിലാണ് വന്നത്. ആന്തരിക ശുദ്ധിക്കും അല്ലെങ്കിൽ നമ്മുടെ എന്താണ് ഇന്റേണൽ ആയിട്ടുള്ള എന്താണ് പ്യൂരിറ്റിക്കും നമ്മുടെ ഭക്തിക്കും ഒക്കെ എന്ത് കൊടുക്കുന്നു? പ്രാധാന്യം നൽകുന്നുണ്ട്. ജാതിയെ ജാതി വ്യവസ്ഥയെ നിരസിച്ച മതമായിരുന്നു ഏതെന്ന് പറയുന്നത് സിഖ് മതം എന്ന് പറയുന്നത്. അപ്പൊ സിഖ് മതത്തിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഗുരു നാനാക്കാണ് സിഖ് മതം കൊണ്ടുവന്നത്. ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. ഗുരു നാനാക്കാണ് സിഖ് മതം കൊണ്ടുവന്നത്. മറ്റു മതങ്ങളുടെ ആശയങ്ങളെ സമന്വയിക്കുന്ന ഒരു എന്താണ് സിഖ് മതമായിരുന്നു. അപ്പൊ മറ്റു മതങ്ങൾ എല്ലാ മതങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്? അതിലുള്ള നല്ല സത്തകൾ എന്ത് ചെയ്യുന്നുണ്ട്? എടുക്കുന്നുണ്ട്. അല്ലാതെ എല്ലാ മതത്തിനും നിരുത്സാഹപ്പെടുത്തുകയോ തിരസ്കരിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. പിന്നെ ഗുരു നാനാക്കാണ് നമ്മൾ ഇതുകൊണ്ട് സിഖ് മതം കൊണ്ടുവന്നത്. ഗുരു ഗ്രന്ഥ സാഹിബാണ് സിഖ് മതത്തിന്റെ പരിശുദ്ധ ഗ്രന്ഥം എന്ന് പറയുന്നത്. എവിടെയാണ് വന്നത്? പഞ്ചാബിലാണ് വന്നത്. എവിടെയാണ് വന്നത്? പഞ്ചാബിലാണ്. ആന്തരിക ശുദ്ധിക്കും ഭക്തിക്കും എന്ത് കൊടുക്കുന്നുണ്ട്? പ്രാധാന്യം കൊടുക്കുന്നു. ഇന്റേണൽ പ്യൂരിറ്റിക്കും ഒക്കെ എന്ത് കൊടുക്കുന്നുണ്ട്? പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഇനി പാഴ്സി മതം ഒരു ന്യൂനപക്ഷ സമുദായമാണ്. അങ്ങനെ പാഴ്സി മതമൊക്കെ ഒത്തിരി ആൾക്കാരൊന്നും എന്ത് ചെയ്യുന്നില്ല, ഫോളോ ചെയ്യുന്നില്ല. എന്നിരുന്നാലും എന്താണ് ഫോളോ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ഒരു ന്യൂനപക്ഷ സമുദായമാണ്. മനസ്സിലാവുന്നുണ്ടോ? ഒരു ന്യൂനപക്ഷ സമുദായമാണ്. ഇന്ത്യയുടെ വാണിജ്യ വ്യവസായ പുരോഗതിക്ക് അവരുടെ പങ്ക് എന്താണ്? വലുതാണ്. മനസ്സിലായോ? ഇന്ത്യയുടെ വാണിജ്യ വ്യവസായ പുരോഗതിക്ക് അവരുടെ പങ്ക് വലുതാണ്. AD 8-ാം നൂറ്റാണ്ടിൽ പേർഷ്യയിൽ നിന്ന് ഗുജറാത്തിലേക്ക് കടന്നു വന്നവരാണ് ആരൊക്കെ? ഈ പാർസികൾ എന്ന് അറിയപ്പെടുന്നത്. ഇവിടെ നിന്നാണ് വന്നത്? AD 8-ാം നൂറ്റാണ്ടിൽ പേർഷ്യയിൽ നിന്ന് എവിടേക്ക് വന്നു? ഗുജറാത്തിലേക്ക് കടന്നു കയറിയവരാണ് ഈ പാഴ്സി വിഭാഗക്കാരെന്ന് പറയുന്നത്. ഗുജറാത്തിൽ നിന്ന് എവിടേക്ക് വന്നു? പേർഷ്യയിൽ നിന്ന് ഗുജറാത്തിലേക്ക് ഓടിയേറിയവരാണ് നമ്മുടെ പാഴ്സികൾ എന്ന് പറയുന്നത്. ഇനി ജൈനമതം. എന്താണ് ജൈനമതം? വേദകാലത്താണ് ജൈനമതത്തിന്റെ ഉത്ഭവം. വേദകാലത്താണ് എന്ത് വന്നത്? ജൈനമതത്തിന്റെ ഉത്ഭവം എന്ന് പറയുന്നത്. വർത്തമാന മഹാവീരനാണ് സ്ഥാപകൻ. അപ്പൊ വർത്തമാന മഹാവീരനാണ് എന്ത് കൊണ്ടുവന്നത്? നമ്മുടെ ജൈനമതം കൊണ്ടുവന്നത്. അംഗസംഖ്യ കുറവാണെങ്കിലും ഇന്ത്യയിലെ നിരവധി സംസ്ഥാനങ്ങളിൽ എന്തുണ്ട്? ജൈനമതം നിലനിൽക്കുന്നുണ്ട്. മനസ്സിലായോ? അംഗങ്ങൾ കുറവാണെങ്കിൽ പോലും പലയിടത്തും ഇന്നും എന്ത് ചെയ്യുന്നുണ്ട്? ജൈനിസം എന്ത് ചെയ്യുന്നുണ്ട്? ഫോളോ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. ജൈനമതത്തെ ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇന്നും ജൈനമതം എന്ത് ചെയ്യുന്നുണ്ട്? ഇഷ്ടപ്പെടുന്നവരുണ്ട്. അതാണ് അംഗസംഖ്യ കുറവാണെങ്കിൽ പോലും ജൈനമതം ഇന്നും എന്ത് ചെയ്യുന്നുണ്ട്? വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ജൈനമതത്തിനും 2 വിഭാഗക്കാരുണ്ട്. അതാണ് ചേതംബരന്മാരും ദിഗംബരന്മാരും. നേരത്തെ ഞാൻ പറഞ്ഞു തന്നു. ബുദ്ധമതത്തിന് 2ആയിട്ട് തിരിക്കുന്നുണ്ട്. മഹായാനം ഹീനയാനം എന്നും. അതുപോലെ ക്രിസ്തു മതത്തിന് പ്രൊട്ടസ്റ്റന്റും കത്തോലിക്കാനും തിരിക്കുന്നുണ്ട്. ഇസ്ലാം മതത്തിനെ സുന്നീസും ഷിയാസും തിരിക്കുന്നുണ്ട്. അതുപോലെ ജൈനമതത്തെയും ചേതംബരന്മാരും ദിഗംബരന്മാരെന്ന് തിരിക്കുന്നുണ്ട്. ബുദ്ധമതത്തിന് 2 വിഭാഗങ്ങളുണ്ട്. അംഗസംഖ്യ കുറവാണെങ്കിലും ഇന്നും എന്ത് ചെയ്യുന്നുണ്ട്? പലയിടങ്ങളിലും ഇത് നിലനിൽക്കുന്നുണ്ട്. നമ്മുടെ ഈ ജൈനമതം നിലനിൽക്കുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇതിന്റെ വ്യക്തി ആരാണ്? വർത്തമാന മഹാവീരനാണ് അല്ലെ. ഒന്നിനെയും കൊല്ലരുത്, ഒന്നിനെയും ഉപദ്രവിക്കരുത് അല്ലെ, എല്ലാവർക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട്. ഇങ്ങനെയുള്ള കുറെ ഘടകങ്ങൾ പറഞ്ഞ വ്യക്തിയാണ് ആര്? വർത്തമാന മഹാവീരൻ. ബുദ്ധമതമൊക്കെ ഓൾറെഡി നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. ഒരുപാട് പ്രാവശ്യം ബുദ്ധമതവും ജൈനമതവും ഒക്കെ പഠിച്ച കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് അത് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നിൽക്കുക. അത് കഴിഞ്ഞ വീഡിയോസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും. ആദ്യം തൊട്ടുള്ള വീഡിയോസിലൊക്കെ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാനുണ്ട്. എന്തുകൊണ്ടാണ് ബുദ്ധമതത്തിന്റെ ത്രിപിടകമെന്നും അതുപോലെ അഭിധമ പീഠകം എന്നും സൂക്ത പീഠകം എന്താണെന്നൊക്കെ ഞാൻ ഓൾറെഡി ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിവിടെ ഈ ഒരു പാഠഭാഗത്ത് നമുക്ക് അത്രയും ഡീപ്പായിട്ട് ഇല്ലാത്ത കാരണം എന്താണെന്ന് അറിയാമോ? പാഠഭാഗത്തിൽ ചോദിക്കുന്നത് എന്താണ്? മേജർ റിലീജിയസ് കമ്മ്യൂണിറ്റി ഇൻ ഇന്ത്യയിലുള്ള പ്രധാനപ്പെട്ട മതങ്ങൾ അവ ഏതൊക്കെയാണ് എന്നാണ് നമ്മളോട് ഈ ഒരു പാഠഭാഗത്തിൽ നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ഉള്ള ഒരു പാഠം തന്നെയാണ്. അതിലൊരു സംശയമില്ല. നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് എഴുതാനും സാധിക്കും. കാരണം സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും നന്നായിട്ട് എന്ത് ചെയ്യുക? എഴുതി ഫലിപ്പിക്കേണ്ട ഒരു പാഠമാണ്. ഞാൻ കുറേ പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം തന്നെ എഴുതി വന്നാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യും? അത്യാവശ്യം എഴുതാനുള്ള കാര്യങ്ങൾ എവിടെ കിട്ടും? നമ്മുടെ ഈ ഒരു പോർഷനകത്ത് നിന്ന് നമുക്ക് കിട്ടും.
മനസ്സിലായോ? നന്നായിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക. അപ്പൊ നമ്മൾ ഏതൊക്കെ മതമാണ് പറഞ്ഞത് നോക്കിക്കേ. ഹിന്ദു മതം പറഞ്ഞു, ഇസ്ലാം മതം പറഞ്ഞു, അതുപോലെ തന്നെ ക്രിസ്തു മതം പറഞ്ഞു, പിന്നെ 5 പില്ലേഴ്സ് പറഞ്ഞു എന്തിന്റെ, ഇസ്ലാമിന്റെ. ബുദ്ധമതം പറഞ്ഞു, എന്തുകൊണ്ടാ ബുദ്ധമതം എന്ത് ചെയ്ത് ഡിക്ലൈൻ ആയെന്ന് ചോദിച്ചു അല്ലെ. പിന്നെ സിഖ് മതം പറഞ്ഞു, പാഴ്സി മതം പറഞ്ഞു, ജൈന മതം പറഞ്ഞു. അപ്പൊ ഇത്രയുമാണ് നമ്മളെ ഈ പാഠഭാഗത്തിൽ പഠിക്കാനായിട്ട് നമുക്ക് ഉള്ളത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, നല്ലപോലെ എന്ത് ചെയ്യുക, ക്ലാസ്സുകൾ കാണുക. ക്ലാസ് കണ്ടതിന് ശേഷം അതുപോലെ തന്നെ എന്താണ് നോട്ട് എഴുതി നോക്കുക, അല്ലെങ്കിൽ ടെക്സ്റ്റിൽ അണ്ടർലൈൻ ചെയ്ത് പഠിക്കുക. അങ്ങനെയൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാനായിട്ട് സാധിക്കും. ഇപ്പൊ ഇതിൽ തന്നെ 5 പില്ലേഴ്സ് ഓഫ് ഇസ്ലാം എന്നാണ് ചോദിക്കുന്നത്. അതിൽ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ എഴുതി വെക്കേണ്ട. എന്താണ് 5 പില്ലേഴ്സ് എന്ന് പറയുമ്പോൾ? നബിയാണ് പ്രവാചകൻ അല്ലെ, നബിയാണ് പ്രവാചകൻ ഒന്ന്. പിന്നെ എന്താണ്, 5 പ്രാവശ്യം നമ്മൾ എന്ത് ചെയ്യണം, നിസ്കരിക്കണം, ദാനം കൊടുക്കണം അല്ലെ. നമ്മൾ പറയുന്നുണ്ട് അതില്, ഞാൻ പറയുന്നത് ശരിയാണെന്ന് എനിക്കറിയില്ല, സക്കാത്ത അങ്ങനെ എന്തൊരു പ്രൊണൗൺസിയേഷൻ കൃത്യമായി സക്കാത്താണോ അത് വേറെ രീതിയിലാണോ പറയുന്നത് എനിക്കറിയില്ല. സക്കാത്ത് നൽകുക അല്ലെ, അങ്ങനെ എന്തോ ഒരു ഇതുണ്ട്. മക്കയിലോട്ട് പോകുന്ന സമയത്ത് വാങ്ങിച്ച കടങ്ങളൊക്കെ എന്ത് ചെയ്യുക, തിരികെ കൊടുക്കുക, അങ്ങനെ എന്തോ ഒരു ഇതുണ്ട്. ഇവിടെ എല്ലാം നമ്മൾ ബാധ്യതയെല്ലാം മാറ്റിയിട്ടാണ് നമ്മൾ ഇതിലോട്ട് പോകുക എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അത് ഇസ്ലാമൊക്കെ അല്ലെങ്കിൽ ഇസ്ലാം കുട്ടികൾക്ക്, മുസ്ലിം കുട്ടികൾക്കൊക്കെ കൃത്യമായിട്ട് അത് പറഞ്ഞു തരാൻ കഴിയുമ്പോൾ അതിൽ പറയുന്നുണ്ട് എന്താണ്, നമ്മൾ സക്കാത്ത് നൽകുക. പിന്നെ എന്താണ്, നമ്മൾ മക്കയിലോട്ട് പോകുമ്പോൾ അത്രയും വിശുദ്ധിയോട് പോകുക. കുറെ കാര്യങ്ങളുണ്ട്, ചെരുപ്പ് ധരിക്കാതെയൊക്കെ പോകുന്നവരുണ്ട് ചിലയിടത്ത്. അപ്പൊ അതൊക്കെ എത്രത്തോളം വിശുദ്ധിയോട് ജീവിക്കുന്നവരെന്നാണ് അതിന്റെ അർത്ഥം. അതുപോലെ തന്നെ എല്ലാ മതങ്ങളിലും അതിൻ്റെതായ അന്തസ്സത്ത എന്ത് ചെയ്യുന്നുണ്ട്, സൂക്ഷിച്ചു കൊണ്ടുപോകുന്നുണ്ട്. എല്ലാ മതങ്ങൾക്കും അതിൻ്റെതായ പ്രാധാന്യവും ഉണ്ട്. അതിൻ്റെതായ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ഇസ്ലാം മതത്തിനും ഉണ്ട്, ക്രിസ്തു മതത്തിനും ഉണ്ട്, അതുപോലെ തന്നെ ജൈനമതം, ബുദ്ധമതം, എന്തൊക്കെ മതങ്ങളുണ്ടോ അവയ്ക്കെല്ലാം അവയുടേതായ എന്തുണ്ട്, പവിത്രതയും വിശുദ്ധിയും ഗ്രന്ഥങ്ങളും ചർച്ച ആരാധനാലയങ്ങളും ഒക്കെ ഉണ്ട് അല്ലെ. ഓരോന്നിനും ഓരോന്നാണ്. ഇപ്പം ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്നവർ എവിടെ പോകുന്നുണ്ട്, മോസ്കിൽ പോകുന്നുണ്ട് അല്ലെ, അവരുടെ പള്ളികളിൽ പോകുന്നുണ്ട്. ഇനി ക്രിസ്തു മതത്തിലാണെങ്കിൽ അവർ അവരുടേതായ ചർച്ചുകളിൽ പോകുന്നുണ്ട്. ഇനി ഹിന്ദുസം ആണെങ്കിൽ അവരവര് എന്താണ്, ടെമ്പിളിൽ പോകുന്നുണ്ട് അല്ലെ, വിഹാരങ്ങളിൽ പോകുന്നു. നമ്മളെ ജൈനമതം ബുദ്ധമതം ഒക്കെ ആണെങ്കിൽ അവരുടെ വിഹാരങ്ങൾ എന്നാണ് പറയുന്നത്, അവിടേക്ക് പോകുന്നുണ്ട്. ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ എന്തുണ്ട്, ഓരോ മതങ്ങളിലും ഓരോതായ രീതികളും കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. നമ്മള് എല്ലാ മതങ്ങളുടെ അന്തസത്ത ഉൾക്കൊള്ളുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഒരു മതത്തെ മാത്രം പ്രോത്സാഹനം ചെയ്യുന്നില്ല, ഒരു മതത്തെ വിശ്വസിക്കാനേ പാടുള്ളൂ എന്നൊരു നിയമമില്ല. ഒരു മതത്തെ ജീവിച്ചു കഴിഞ്ഞ് മറ്റൊരു മതത്തിലോട്ട് പോയി കഴിഞ്ഞാൽ പ്രശ്നമാകും, അങ്ങനെയും ഒരു ഇതില്ല. കാരണം എന്താണ്, ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനും ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുവാനുള്ള റൈറ്റ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, വിഭാവനം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഏത് മതത്തിൽ വിശ്വസിക്കാനും ഏത് മതത്തിലെ നല്ല കാര്യങ്ങൾ സ്വായത്തമാക്കാനും ഏത് മതം അനുസരിച്ച് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം തീരുമാനിക്കാനുള്ളത് നമ്മളാണ്. അതുകൊണ്ടാണ് ഇന്ത്യ എന്തെന്ന് പറയുന്നത് നാനാത്വത്തിൽ ഏകത്വം അല്ലെ, വൈവിധ്യങ്ങളുടെ നാട് എന്നൊക്കെ അറിയപ്പെടുന്നത്. ഏത് മതം സ്വീകരിക്കാനും ഏത് മതത്തെ വിശ്വസിക്കാനും ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഇന്ത്യൻ പൗരന് റൈറ്റ് ഉണ്ട്. മനസ്സിലായി? അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകം തന്നെയാണ്. ആ ഒരു ഫാക്ടറിയിൽ നിന്നാണ് ഈ ചാപ്റ്റർ എന്ത് ചെയ്തിട്ടുള്ളത്, കൊണ്ടുവന്നിട്ടുള്ളത്. അതായത് മേജർ റിലീജിയസ് കമ്മ്യൂണിറ്റീസ് ഇൻ ഇന്ത്യ, പല തരത്തിലുള്ള മതങ്ങൾ നമ്മൾ എവിടെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഇന്ത്യയിൽ നിലനിൽക്കുന്നു. ഒരു മതത്തെ മാത്രം പ്രോത്സാഹിപ്പിക്കുന്ന നാടല്ല നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇത് എണ്ണിയാൽ ഒടുങ്ങാത്ത എന്തുണ്ട് മതങ്ങളുണ്ട്. നമ്മളിപ്പോ പറഞ്ഞത് മെയിൻ ആയിട്ടുള്ള ഒരു 7 മാത്രമേ പറഞ്ഞോളൂ. ഹിന്ദുമതം, ഇസ്ലാം മതം, അതുപോലെ തന്നെ ക്രിസ്തു മതം, ബുദ്ധമതം, ജൈനമതം, പാഴ്സി മതം, സിഖ് മതം അല്ലെ, ഇത്രയും നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. നന്നായിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക. നിങ്ങളുടെ ലെക്ചർ നോട്ട് എഴുതുന്നവർ അങ്ങനെ പഠിക്കുക, ടെക്സ്റ്റിൽ അണ്ടർലൈൻ ചെയ്ത് പഠിക്കുന്നവരാണെങ്കിൽ അങ്ങനെ പഠിക്കുക. ചെറിയ നോട്ട് താല്പര്യമുള്ളവർക്കാണെങ്കിൽ ചെറിയ നോട്ട് ചെറുതായിട്ട് ഒന്ന് എന്ത് ചെയ്യുക, എഴുതി ആ ക്വസ്റ്റ്യൻ നിങ്ങൾ തന്നെ സ്വയമായിട്ട് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് കുറച്ചുകൂടെ മനസ്സിലാവും. കാരണം നിങ്ങളാണ് ആ ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയത് അല്ലെ, അല്ലെങ്കിൽ നിങ്ങളാണ് ആ ടെക്സ്റ്റ് വായിച്ചിട്ട് ആ ഒരു പോയിന്റ് ബുക്കിലോട്ട് പകർത്തി എഴുതിയത്. നമ്മൾ തരുന്നതിനേക്കാളും സ്വന്തം കൈപ്പടയിൽ എഴുതുന്നതൊക്കെ നിങ്ങൾക്ക് കുറെ കൂടെ യൂസ്ഫുൾ ആയിട്ട് മാറും. ആ കണ്ടന്റ് എന്താണ്, ടെക്സ്റ്റിന്റെ കണ്ടന്റ് എന്താണ്, പാഠത്തിന്റെ കണ്ടന്റ് എന്താണെന്നാണ് ഓരോ പാഠഭാഗത്തിൽ നിന്നും ഓരോ ക്ലാസ്സിലൂടെ നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞു പോകുന്നത്. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ പരിചയപ്പെടുത്തി കൊടുക്കുക. അതുപോലെ തന്നെ ക്ലാസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങൾ ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ചെയ്യുന്ന ഈ ഒരു കാര്യങ്ങൾ കൂടെ കാണുമ്പോൾ നമുക്ക് കൂടെ കുറച്ചുകൂടെ മോട്ടിവേഷനാണ് ക്ലാസ്സുകൾ എടുക്കാനും ക്ലാസ്സുകൾ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുമ്പോഴൊക്കെ. അപ്പോൾ നിങ്ങൾ ഒരു മടിയും കൂടാതെ നല്ലപോലെ പഠിക്കുക. പഠിച്ചു കഴിഞ്ഞാൽ സുഖമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാനും ജയിക്കാനും ഒക്കെ നമുക്ക് കഴിയും. അല്ലെങ്കിൽ ഹാളിൽ പോകുമ്പോൾ നമുക്കൊരു ടെൻഷനായിരിക്കും, നമ്മൾ നെർവസ് ആവും അല്ലെ. അപ്പൊ അത് വേണ്ട. നിങ്ങൾ ചെയ്യാനുള്ളത് ഓരോ ക്വസ്റ്റ്യൻ എടുത്തിട്ട് എന്താണ് ആ ക്വസ്റ്റ്യൻ അകത്തുള്ള കണ്ടന്റ് എന്ന് മാത്രം പഠിക്കുക. അല്ലാതെ എല്ലാം വാരി വരച്ചിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. എന്താണോ കണ്ടന്റ് ആ കണ്ടന്റ് മാത്രം പഠിച്ചു പോവുക, നിങ്ങൾക്ക് ജയിക്കാനായിട്ട് സാധിക്കും.
2 മാർക്കിന്റെ ക്വസ്റ്റിന് 5 പുറമൊക്കെ എഴുതി വെക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ആ 2 മാർക്കിന്റെ ക്വസ്റ്റിന് എത്ര വേർഡ്സ് ആണോ വേണ്ടത് അത്രയും മാത്രമേ അവർ എഴുതും. 180 വേർഡ്സ് അല്ലെങ്കിൽ 160 വേർഡ്സ് എന്ന് എഴുതുമ്പോൾ അത്രയും മാത്രം എഴുതിയാൽ മതി. അപ്പോൾ നമ്മുടെ സമയം നമുക്ക് ലാഭിക്കാൻ പറ്റും, നമുക്കും ഒരു കോൺഫിഡൻസ് കിട്ടും ഇനി ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അത് മാത്രം ചിന്തിക്കുക, നന്നായിട്ട് എഴുതുക. നന്നായിട്ട് എഴുതി കഴിഞ്ഞാൽ നിങ്ങളുടെ +2 സോഷ്യോളജി നിങ്ങൾക്ക് കിട്ടും. അല്ലാതെ നിങ്ങൾ ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് അവസാനം പഠിക്കാം ഇനി പഠിക്കാം എന്നുള്ള ചിന്തയിലാണെങ്കിൽ നിങ്ങൾ ഒരിടവും എന്ത് ചെയ്യില്ല, എത്തില്ല. അന്നെന്നുള്ളത് അന്നു പഠിക്കാം. കാരണം ഇന്ന് നമ്മൾ എടുത്ത ചാപ്റ്ററിന്റെ നമ്പർ എത്രയാണ്, ചാപ്റ്റർ എത്രയാണ്, 28 ആണ്. അപ്പൊ 1 മുതൽ 28 വരെ നമ്മൾ എടുത്തു കഴിഞ്ഞു അല്ലെ. ഇത് ഒരു ജേർണിയാണ്, ഒരു വലിയൊരു ഒരു കടമ നമ്മൾ കഴിഞ്ഞ് ലാസ്റ്റിൽ എത്തിയിട്ടുണ്ട്. അപ്പം ആ 27 ചാപ്റ്ററും നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. എങ്കിലല്ലേ ഇന്നത്തെ ക്ലാസ് നമുക്ക് കണ്ടിട്ട് പ്രയോജനമുള്ളൂ. അല്ല ഇതും പിന്നെ പഠിക്കാം അതും പിന്നെ പഠിക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും ഒരു ബേർഡനായിട്ട് അത് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് ചെയ്യേണ്ട അവസ്ഥ നിങ്ങൾ ഉണ്ടാക്കാതെ നന്നായിട്ട് പഠിച്ച് നല്ല രീതിയിൽ എന്ത് ചെയ്യുക, സ്കോർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. വീണ്ടും ഒരു പുതിയ ക്ലാസ് വരെ കാണുന്നവരേക്കും എല്ലാവർക്കും താങ്ക് യു.